ഹലോ ഗൈസ്, ഇന്ന് ഗ്വാളിയറിലെ ഫേമസ് ആയിട്ടുള്ള ഗ്വാളിയർ മേള കാണാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ പോക്ക്. 10:30 കഴിഞ്ഞാണ് നമ്മൾ ചെല്ലുന്നതെങ്കിലും എല്ലാം ഓപ്പണായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവിടെ ചെന്നിരുന്ന് നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം നമ്മളും വേറെ ഫാമിലിയും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചായയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ഇത്രയേ കിട്ടുള്ളൂ. അതിന് തന്നെ 10 രൂപയാണ് വില, 20 രൂപയാണ് വില. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ വീണ്ടും പർച്ചേസിങ്ങിലേക്ക് പോയി. വിലക്കുറവെന്ന് പറഞ്ഞാൽ വലിയ വിലക്കുറവ് തന്നെയായിരുന്നു. ഡ്രസ്സുകളും വീട്ടുപകരണങ്ങളും ഫേർണിച്ചറുകളും പിന്നെ അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളും ബ്യൂട്ടി പ്രോഡക്ട്സും അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടുമായിരുന്നു. പക്ഷേ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ മെയിൻ ബ്രാൻഡ് കമ്പനിയുടെ സാധനമൊക്കെ വെറും ലോക്കൽ വിലക്കൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒറിജിനൽ ആവണമെന്നില്ല. കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഗെയിംസ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും അതായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. പക്ഷേ കിടിലനായിരുന്നു കേട്ടോ, എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമുക്ക് ട്രെയിനിൽ കയറുന്നതിന് ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടായിരുന്നു. പിന്നെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പല സാധനങ്ങളും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. എങ്കിലും കുറേയൊക്കെ തിരഞ്ഞു പിടിച്ച് കുറേയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വിലക്കുറവെന്ന് പറഞ്ഞാൽ നല്ല വിലക്കുറവായിരുന്നു. ഡ്രസ്സിനൊക്കെ സെറ്റേഴ്സ് എല്ലാത്തിനും നല്ല വിലക്കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഉച്ചക്കലത്തേക്ക് ഫുഡ് കഴിക്കാറ് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ചോള ഭട്ടൂരയായിരുന്നു കഴിച്ചത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ വീണ്ടും കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു. പിന്നെ ഇറങ്ങാറായപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് പാദസരം കണ്ടത്. എവിടെ പോയാലും ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിക്കും, അത്ര ഒരു ക്രേസ് ഉണ്ട് അതിനോട്. സോ എന്തായാലും ഞാനും 2 വാങ്ങി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.